ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ താലി കെട്ടുന്ന പെണ്ണിനല്ലേ ഈ സർപ്പശാപമൊക്കെ ബലിക്കുന്നത്? അവളല്ലേ ചാവാൻ പോകുന്നത്? കളരിക്കൽ കുടുംബത്തിന്റെ ശാപം മാറാത്തിടത്തോളം കാലം ഇതൊന്നും നടക്കാതിരിക്കില്ല. നവീൻ ഇപ്പോ ഒരു ശാപമുണ്ട്. ആ ശാപം തീരുമ്പോ അവൻ നിന്റേതായിരിക്കും, അതുറപ്പിച്ചോ. ജോത്സ്യൻ ജാതകങ്ങൾ കയ്യിലെടുത്തപ്പോ വല്ലാത്തൊരു ഉൾഭയമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നാ. രണ്ടുപേർക്കും ദീർഘായുസുണ്ടെന്നും പറഞ്ഞു. അത് കേട്ടപ്പോ വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഹൽദി ചടങ്ങ് എന്ന് നടത്താനാ മാം ഉദ്ദേശിക്കുന്നത്? ഈ ബുധനാഴ്ച നടത്താന്ന് അവര് പറയുന്നത്. മമ്മി, ജോത്സ്യം പറഞ്ഞ കാര്യങ്ങള് സത്യമായിരിക്കും? അതെ, അതിനെന്താ സംശയം? അപ്പോ എനിക്കും നവീനും ദീർഘായുസാണെന്നല്ലേ ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കൃഷ്ണയുടെ ആവശ്യം എന്താ? അവളെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കിക്കൂടെ? ഗാഥ, ഇതാണ് നിന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാ ഉടനെ അങ്ങ് പ്രതികരിക്കാനായിട്ട് ഇറങ്ങും. കൃഷ്ണയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ പറഞ്ഞത് നടക്കൂ. ശരി, എങ്കിലും മമ്മി പറഞ്ഞതുപോലെ നവീന്റെ താലി അവളുടെ കഴുത്തിൽ വീഴട്ടെ. പക്ഷേ ബാക്കി ഒരു ചടങ്ങിനും നവീന്റെ അടുത്ത് അവള് നിൽക്കാൻ പാടില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. അതെല്ലാം ഞാൻ ചെയ്തോളാം. അങ്ങനൊരു പരീക്ഷണം വേണോ ഗാഥ മാഡം? ജോൾസൻ പറയുന്നത് വിശ്വസിക്കുന്നു എന്ന് ഒരു തവണ പറയാം. ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോ ഒന്നിലും നിങ്ങൾക്ക് വിശ്വാസവുമില്ല. ഗാഥ, ഇതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ നമ്മൾ ഒരുപാട് നടത്തിയതാ. അവസാനമായിട്ടാ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ നവീൻ കൃഷ്ണയുടെ കഴുത്തിലെ താലി കെട്ടു. ഓക്കെ മമ്മി, ഞാൻ സമ്മതിച്ചു. ബട്ട് ബാക്കിയുള്ള ചടങ്ങുകൾ എനിക്ക് വിട്ടുതരണം. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് മമ്മി. ഓക്കെ. സ്വീറ്റ് മമ്മി. ഓരോ ചടങ്ങുകൾ കഴിഞ്ഞ അവസാനം ആ മുഹൂർത്തത്തിലേക്ക് അടുക്കുകയാണ് സിനി. മനസ്സിന്റെ കനം എന്തെന്നില്ലാതെ കൂടുന്നുണ്ട്. എന്തോ ഒരു ആപത്ത്. അയ്യോ മമ്മി, മമ്മി! മോളുടെ ശബ്ദമല്ലേ കേട്ടെ? മോളെ, മമ്മി! മമ്മി! എന്താ മോളെ, എന്തു പറ്റി? മമ്മി, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ പെട്ടെന്ന് എന്റെ തോളില് ഒരു പാമ്പ് വീണത് പോലെ തോന്നി. അതാ ഞാൻ നിലവിളിച്ചെ. അത് കഴിഞ്ഞ് നോക്കുമ്പോ ദാ ഈ ഷോള ഇവിടെ കിടക്കുന്ന. കണ്ടോ, ഇത്രയും നാള് ഈ സർപ്പഭയം നിനക്കില്ലായിരുന്നു. ഇപ്പൊ നീ വാശി പിടിച്ചു. കൃഷ്ണ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ നീ ചെയ്തോളാന്ന് പറഞ്ഞു. അതിന്റെ ഫലമായി തോന്നലൊക്കെ. ഗാഥ മാഡം, ഇനിയെങ്കിലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കരുത്. മാം പറയുന്നത് കൃത്യമായിട്ട് അനുസരിച്ചാ മതി. ഓ, ഒന്നൊന്നും മിണ്ടാതിരിക്കാൻ ചേച്ചി. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി എന്നുള്ളത് സത്യമാണ്. അതിന് കാരണം ആരാ? ദേ, ഈ നിൽക്കുന്ന മമ്മി തന്നെയാ. കളരിക്കലെ സർപ്പശാപം, കളരിക്കലെ സർപ്പശാപം എന്നിങ്ങനെ കൂടെ കൂടെ ഒരു 100 തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത എന്നെ പറഞ്ഞു പേടിപ്പിച്ചത് മമ്മി തന്നെയാ. വിശ്വസിക്കാനുള്ള അനുഭവങ്ങൾ കുറച്ചൊന്നും അല്ലല്ലോ നിന്റെ മുമ്പിൽ ഉണ്ടായത്. എന്നിട്ട് വെറുതെ തർക്കിച്ച് ജയിക്കാനായിട്ട് വരരുത്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഞാൻ അനുവദിച്ചു തരുന്ന ചടങ്ങുകൾക്കല്ലാതെ
മറ്റൊന്നിനും മോള് പങ്കെടുക്കില്ല. അങ്ങനൊരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. മമ്മി എന്നെ കുറിച്ച് എന്തിനെങ്ങനെ പേടിക്കുന്നത്? നവീൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കോട്ടെ എന്ന് 100 തവണ ഞാൻ സമ്മതിച്ചതല്ലേ? നവീൻ താലി കെട്ടുന്ന പെണ്ണിനല്ലേ ഈ സർപ്പശാപമൊക്കെ ബലിക്കുന്നത്? അവളല്ലേ ചാവാൻ പോകുന്നത്. എനിക്കറിയില്ല ആരെ പേടിക്കണം, എന്തിനെ പേടിക്കണം ഒന്നും അറിയില്ല. സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ഈ ഒരു വിവാഹാലോചന വന്നപ്പോ മുതല് നേരെ ചൊവ്വ ഉറങ്ങിയിട്ടില്ല, രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ കളരിക്കൽ കുടുംബക്കാർക്കുള്ളതിനെക്കാട്ടും വലിയൊരു ശാപമായി പോയി. അവിടുന്ന് ഒരു ബന്ധം ആലോചിച്ച നമുക്ക്. നോക്ക്, ആവശ്യത്തിനുള്ള പണം കൊടുത്ത് മരണം ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരുത്തി നമ്മൾ വരുത്തിയിട്ടുണ്ട്. ആ മരണം തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിക്കരുത് നീയ. അവളുടെ വിധി മരണമാണ്. അത് തടയാനായിട്ട് ഇനി ആർക്കും പറ്റില്ല. മോളെ, നീ സൂക്ഷിക്കണം. ഇതുപോലുള്ള തോന്നലുകൾ ഇനിയും ഉണ്ടായാല് ക്ഷേത്രത്തിൽ അതിനു വേണ്ടിയുള്ള പരിഹാര പൂജകൾ ചെയ്യണം. എനിക്ക് നിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ, ആരെ ബലി കൊടുത്തിട്ടായാലും. വരൂ, വാ. ഇരിക്കും. നമസ്കാരം. തങ്കത്തിന്റെ ഓപ്പറേഷന്റെ തീയതിയുടെ കാര്യം പറയാനാ വിളിപ്പിച്ചത്. 15-ാം തീയതിയാണ് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 15-ാം തീയതി എന്ന് പറയുമ്പോ ഇനി 3 ദിവസം. അന്നേ ദിവസം എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. അഥവാ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാല് കൈകാര്യം ചെയ്യാൻ ഈസി ആയിരിക്കും. അതെന്താ മേഡം അങ്ങനെ പറഞ്ഞേ? അമ്മയുടെ ഓപ്പറേഷന് കുഴപ്പം വല്ലതും? നോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.